കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭകരിൽ പ്രധാനിയും ഭരണങ്ങാനം അസീസി, പട്ടാരം, വിമലഗിരി ധ്യാനകേന്ദ്രങ്ങളുടെ സ്ഥാപകനും കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗവുമായ ഫാദർ ആർമൺ മാധവത്തിന്റെ 24ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പട്ടാരം വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. ആർമൺ മാധവത്തച്ഛൻ ലോകത്തെ കീഴടക്കി ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആയുധം കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിലൂടെയാണെന്നും നമ്മളും അച്ഛന്റെ മാതൃക പിന്തുടരണമെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ ബിഷപ്പ് പറഞ്ഞു. പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ തോമസ് കരിങ്ങടിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റം, സണ്ണി ജോസഫ് MLA, ഫാദർ ഗർവാസിസ് മറ്റം, ഫാദർ ജോസ് തച്ചുകുന്നയിൽ, ഫാദർ ജിതിൻ ആനിക്കുടിയിൽ, വാർഡ് മെമ്പർ ഷൈജൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. രാവിലെ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോസ് പൊരുന്നേടം മുഖ്യ കാർമ്മികത്വം വഹിച്ച് കബറിടത്തിൽ പ്രാർത്ഥനയും നടത്തി. വചനത്തിന്റെ പൊരുൾ സ്വജീവിതത്തിൽ പകർത്തിയ ദൈവസ്നേഹത്തിന്റെ മഹാനോന്നത മാതൃകയായിരുന്നു ദേവദാസൻ ആർമണ്ടച്ചൻ എന്ന് മാനന്തവാടി രൂപതാധ്യക്ഷന്മാർ ജോസ് പൊരുന്നേടം ഷെക്കിനായ് ന്യൂസിനോട് പ്രതികരിക്കവേ പറഞ്ഞു. ദേവദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പരിചയങ്ങളില്ല. അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നുമുള്ള നടവയൽ ഇടവക മാനന്തവാടി രൂപതയിലാണുള്ളത്. ആ ഇടവക ഇന്നൊരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം എന്നെ സ്പർശിച്ചത്, അദ്ദേഹത്തിന് ഒട്ടും ഒരു ഈഗോ കോംപ്ലക്സ് അല്ലെങ്കിൽ ഞാനെന്ന ഭാവം ഇല്ലായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ്. അതുപോലെ അദ്ദേഹം ആണ് കേരളത്തിൽ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് മുൻകൈയെടുത്തത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ദൈവവചനത്തോടുള്ള താല്പര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച ആ വിശ്വാസ അല്ലെങ്കിൽ ആ കത്തിച്ച വിശ്വാസ ദീപം അത് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഈ നാമകരണ ചടങ്ങുകളെയൊക്കെ കാണാനായിട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ ചിന്ത അതുതന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ക്രൈസ്തവ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിന് ഈ ആർമണ്ടച്ചൻ്റെ ആ മാതൃക നമുക്കെല്ലാവർക്കും മാതൃകയാകണം. അത് നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാവരും ഈ രീതിയിൽ അവനവനായിരിക്കുന്ന സ്ഥലങ്ങളിൽ, കുടുംബത്തിലാവാം, മറ്റെവിടെയെങ്കിലും ആകാം, ഈ ഒരു വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് ക്രൈസ്തവരെ അതുപോലെ എല്ലാവരെയും കൊണ്ടുവരുവാനായിട്ടൊരു പരിശ്രമം, അദ്ദേഹത്തിൻ്റെ ആ വലിയ പരിശ്രമത്തിന് തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ മരണ വാർഷികത്തിൽ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്, വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാനും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും. ആർമൺ മാധവത്തച്ഛന്റെ മാധ്യസ്ഥം തേടി അനേകായിരങ്ങളാണ് കബറിടത്തിങ്കൽ പ്രാർത്ഥിക്കാനെത്തുന്നതെന്ന് വൈസ് പോസ്റ്റ്ലേറ്റർ ഫാദർ ജിതിൻ ആനിക്കുടിയിൽ OFM CAP ഷെക്കിനായ് ന്യൂസിനോട് പങ്കുവച്ചു. ആർമണ്ടച്ചന്റെ മാധ്യസ്ഥം തേടി അനേകായിരങ്ങൾ വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ കബറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ നാമകരണ നടപടികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ആ നാമകരണ നടപടികൾ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയും ഈ വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തലശ്ശേരി അതിരൂപതയിലെ ആദ്യ ദേവദാസനാണ് ആർമണ്ടച്ചൻ. വിവിധ രൂപതകളിലെ വൈദിക പ്രതിനിധികൾ, കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ അംഗങ്ങൾ, വിവിധ സന്യാസ സമൂഹങ്ങളിലെ പ്രതിനിധികൾ, ആർമണ്ടച്ചന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രൂപതകളിൽ നിന്നുള്ള വിശ്വാസികൾ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഷെക്കിനായ് ന്യൂസ്, കണ്ണൂർ.